പറയൂ, എന്താണ് നിങ്ങളുടെ പ്രശ്നം? ടെൽ മീ. എന്താ ആരും ഒന്നും മിണ്ടാത്തത്? PM രക്തം കൊണ്ട് ലെറ്റർ എഴുതിയത് നിങ്ങളൊക്കെയാണോ? സാർ, ഇവിടെ ഒരു പ്രശ്നമില്ല. നിങ്ങൾ പോയിക്കോ, എന്തെങ്കിലും പ്രശ്നമുണ്ട് ഞാൻ നോക്കിക്കോളാം. നിങ്ങൾക്ക് നോക്കാനേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ ഇത്രയും ദൂരം ഞങ്ങൾ വന്നെന്തിനാ? പ്രശ്നമൊന്നും ഇല്ല എന്ന് പറയേണ്ടത് നിങ്ങളല്ല, അവരാണ്. എന്നാ ആയിക്കോട്ടെ. നിങ്ങൾക്ക് 2 മിനിറ്റ് സമയം ഞങ്ങൾ തരികയാണ്. ശരി. ഈ റായ്പുലങ്കായിലെ കർഷകർക്ക് ഒരു പ്രശ്നങ്ങളും ഇല്ലെന്നും എല്ലാവരും വളരെ സന്തോഷത്തിലാണെന്നും ആ ലെറ്റർ നിങ്ങൾ എഴുതിയതല്ലെന്നും ഈ കമ്മിറ്റിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. ഞങ്ങൾ ഇറങ്ങുകയാണ്. ഇറ്റ്സ് ജസ്റ്റ് എ വേസ്റ്റ് ഓഫ് ടൈം. എക്സ്ക്യൂസ് മീ സർ. ആർ യു ഓക്കെ മിസ്റ്റർ? ഐ ആം അബ്സല്യൂട്ട്ലി ഫൈൻ. ഞങ്ങൾ സമയം വേസ്റ്റ് ചെയ്യില്ല സാർ. നിങ്ങളുടെ സമയം വളരെ വിലപ്പെട്ടതാണ്. പാവം കഷ്ടപ്പെടുന്ന കൃഷിക്കാരാണ് സാർ. ഒരു വിളവ് നശിച്ചാൽ വേറൊന്ന്, അതും നശിച്ചാൽ മറ്റൊന്ന്. കടം വാങ്ങിയിട്ട് ആ പൂക്കൃഷി പോലും നടത്തുന്നത് സാർ. അപ്പോ ഇവരുടെ സമയത്തിന് വിലയില്ലേ? പ്രണയദിനം മുതൽ റിട്ടയർമെന്റ് ഫംഗ്ഷൻ വരെ. അതുമാത്രമല്ല സാർ, ജന്മദിനത്തിലും മരണസമയത്തും എല്ലാത്തിനും പൂക്കൾ വേണം സാർ. അത് കൃഷി ചെയ്യുന്ന കർഷകരുടെ പ്രശ്നങ്ങളെ കുറിച്ച് നിങ്ങൾ ഓർക്കുന്നു പോലുമില്ല. ഒരു കൃഷിക്കാരൻ രാവെന്നും പകലൊന്നും ഇല്ലാതെ കഷ്ടപ്പെട്ട് പണിയെടുത്ത് പൂക്കൾ വിളയിച്ച് അവന്റെ മകളുടെ സ്കൂൾ ഫീസ് കെട്ടണമെന്ന് ആഗ്രഹിക്കുമ്പോൾ കിട്ടുന്ന പണം കൊണ്ട് വാടക പോലും കൊടുക്കാൻ പറ്റാതെ ആ പൂക്കളെല്ലാം വഴിയിൽ ഉപേക്ഷിച്ച് വെറും കൈയോടെയാണ് അവർ തിരിച്ചു പോകുന്നത് സാർ. ഉത്സവങ്ങളിൽ പൂക്കളാ പ്രധാനം. ആ സമയത്ത് പോലും അവർക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ല സാർ. ഒരു നേരത്തെ ആഹാരത്തിന് പോലും നിവൃത്തിയില്ല. നടുന്നതെല്ലാം വിളവെടുക്കാൻ പറ്റുമെന്ന് അവർക്കറിയില്ല. വിളവെടുത്ത് വന്നാലും അത് മാർക്കറ്റിലേക്ക് എത്തുമെന്ന് ഉറപ്പില്ല. ഒരുപക്ഷെ അങ്ങനെ നടന്നാലും ഇവിടെയുള്ള വലിയ ആളുകൾ അതിന് കൊടുക്കുന്നതോ പിച്ചക്കാശും. അമേരിക്കക്കാരന്റെയും ചൈനക്കാരന്റെയും ഫോൺ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ തന്നെ കൈ കിട്ടും സാർ. എന്നാൽ നമ്മുടെ തോട്ടത്തിലുണ്ടാവുന്ന പൂക്കൾ പൂജാമുറിയിലെത്താൻ എന്തുമാത്രം കഷ്ടപ്പാടാണ് സാർ. ഇവർക്ക് ശമ്പളമോ ബോണസോ ഇൻക്രിമെന്റോ ഒന്നുമില്ല സാർ. അവരുടെ കൃഷിയിൽ നിന്ന് ലാഭം ഉണ്ടായാലും ഇല്ലെങ്കിലും ഇത്തവണ കിട്ടും, അല്ലെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും കിട്ടുമെന്ന് കരുതി ജീവിതകാലം മുഴുവനും മണ്ണിനെ വിശ്വസിച്ച് ജീവിക്കുകയാണ് സാർ. ഈ പൂക്കൃഷിക്കാരുടെ പ്രശ്നങ്ങൾ എത്ര കൃത്യതയോടെ അവതരിപ്പിച്ചേ? ആരാണ് നീ? ഞാനും ഒരു ചെറിയ കൃഷിക്കാരനാണ് സാർ. രായപ്പുലങ്കായിലെ നിലവിലുള്ള മാർക്കറ്റ് കമ്പനിയെ റദ്ദു ചെയ്ത് ഇനിമേൽ പൂ വ്യാപാരികൾക്ക് അവർ നിശ്ചയിക്കുന്ന വിലയിൽ പൂ വിൽക്കാമെന്ന് ഈ കമ്മീഷൻ തീരുമാനിച്ചിരിക്കുന്നു. ഈ പൂ വ്യാപാരികളെയെല്ലാം ഏകോപിപ്പിച്ച് ഒരു ഡിജിറ്റൽ പോർട്ടൽ സംവിധാനം വേണമെന്ന് ഞങ്ങൾ ശുപാർശ ചെയ്യുന്നതുമാണ്. മുമ്പുണ്ടായിരുന്ന മാർക്കറ്റിംഗ് കമ്മിറ്റിയുടെ കെടുകാര്യസ്ഥതയെ കണക്കിലെടുത്ത് അതിലേക്ക് ഒരു അന്വേഷണം വേണമെന്ന് കൂടി ഇപ്പോൾ ഈ കമ്മിറ്റി ഉത്തരവിടുകയാണ്.
ഈ സമയത്ത് ഇവനിത് എവിടെ പോവാ? ഹാപ്പി ബർത്ത്ഡേ. ഏതോ ഒരു കുഗ്രാമം, കൂടെ കുറെ കർഷകരുണ്ട്. സംശയം വരാത്ത രീതിയിൽ, സാക്ഷികളില്ലാത്ത രീതിയിലും നന്നായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ എവിടുന്നാണ്, ആര് പോസ്റ്റ് ചെയ്തെന്നുള്ളത് എന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് അറിയിക്കണം. ശരി മാഡം, ഇത് വൈറലായ വീഡിയോ മാഡം. സോഴ്സ് വീഡിയോയുടെ IP ID കണ്ടുപിടിക്കണമെങ്കിൽ കുറച്ച് സമയം തരേണ്ടി വരും. We just got 24 hours. ഓക്കെ മാം. അവന്റെ ലൊക്കേഷൻ അറിയുന്ന ആ നിമിഷം ഈ നാടകത്തിനൊക്കെ ഒരു ഫുൾ സ്റ്റോപ്പ് വീഴും. ഇനി ബാക്കിയുള്ളത് 2 ദിവസമാണ്. വി കാൺ ഡു എനിത്തിങ്. അവൻ CEO ആകും, നമ്മൾ ഫ്ലവറും ബൊക്കയും കൊടുക്കേണ്ടിയും വരും. അവനെ 1 മണിക്കൂർ മുമ്പ് കണ്ടെത്തിയാൽ മതി. അവൻ നേടിയതൊക്കെ തകർന്നടിയാൻ. ബട്ട് ഹൗ? അവനെ കണ്ടെത്തി കഴിയുന്ന ആ നിമിഷം മുതൽ എല്ലാ ചാനലുകളിലും അവന്റെ ന്യൂസ് വരാൻ തുടങ്ങും. റിപ്പോർട്ടേഴ്സ് എല്ലാം അവന്റെ പുറകെ ചെല്ലും. അങ്ങനെ അവന്റെ ഐഡന്റിറ്റി ഈ ലോകം മുഴുവൻ അറിയും. അവൻ തീർച്ചയായിട്ടും ഫെയിലാവും. പറഞ്ഞോണ്ണ, സുഖാണോ? എടോ കൃഷ്ണ, നിന്റെ അഭിനയം എൻ്റെ അടുത്ത് വേണ്ട. നിന്നെ പോലുള്ള ഒരുപാട് ആളുകളെ കണ്ടിട്ടാ ഞാൻ ഈ മിനിസ്റ്റർ പദവിയിലേക്ക് വന്നത്. എന്തേ പറയുന്ന? മാർക്കറ്റിൽ എന്താ നടക്കുന്നതെന്ന് ഞാൻ ഇതുവരെ അന്വേഷിച്ചിട്ടില്ല. ഇന്ന് എനിക്ക് ചീഫ് സെക്രട്ടറിയുടെ ഫോൺ വന്നിരുന്നു. കൃഷിക്കാരുടെ ലെറ്റർ അങ്ങ് കേന്ദ്രം വരെ ചെന്നിട്ടുണ്ട്. അതൊരു വലിയ പ്രശ്നമാവാൻ പോവാ. ഡൽഹിയിൽ നിന്ന് ഒരു കമ്മിറ്റി വരുന്നുണ്ട്. അവര് വരുമ്പോ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയത് ഞാൻ അറിഞ്ഞാ, ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം, നിന്നെയും നിന്റെ മകനെയും വോളണ്ടിയർ ആയിട്ട് പോലും നിൽക്കാൻ പറ്റാത്ത അവസ്ഥയേക്കും. സൂക്ഷിച്ചോ താൻ. അത് ഞാൻ നോക്കിക്കൊള്ളണ. നമസ്കാരം, സുഖാണോ? നന്നായിരിക്കുന്നു മോനെ. അമ്മു നിന്നെ കുറിച്ചെല്ലാം പറഞ്ഞിട്ടുണ്ട്. അല്ല, നിന്റെ നാട് എവിടെയാ? ഹൈദരാബാദ്. ഹൈദരാബാദില് എവിടെയാ? നാമ്പള്ളി. അവിടെയോ? നാമ്പള്ളിയിൽ ഒരു പബ്ലിക് ഗാർഡൻസ് ഇല്ലേ? അതിനടുത്ത് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് ഓഫീസ്. അതറിയില്ലേ? ഞങ്ങളെല്ലാരും ഇടയ്ക്കിടയ്ക്ക് അവിടെ വരാറുണ്ട്. അതെ അച്ഛാ, ഞാനെല്ലാം പറഞ്ഞതല്ലേ. രാമൻ ഇതൊന്നും അറിയില്ല. 5ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. പഠിപ്പിലൊക്കെ എന്തിരിക്കുന്നു മോളെ, നീതിയും നേരും ഒക്കെ ഉണ്ടായാ മതി. എന്തായാലും ഞാനിപ്പോ വന്നല്ലോ, ഞാനും കുറച്ച് പണികളൊക്കെ ചെയ്തോളാം. ആദ്യം അച്ഛൻ പോയി റെസ്റ്റ് എടുക്ക്. ഇതൊക്കെ ഇത്ര നാളെ ഞാൻ ചെയ്തോണ്ടിരുന്നല്ലേ. ശരി, നീ വാ. വാ നടക്ക്. വിവരം കിട്ടവനെ. അവരിത്രത്തോളം ചിന്തിക്കാൻ നീ എന്താണ് ചെയ്തത്? അവരിങ്ങനെയൊക്കെ ചിന്തിക്കണമെങ്കിൽ അവരുടെ പിറകിൽ ആരുണ്ട്? നമ്മുടെ ആളുകളേക്ക് ഇറക്ക്. ഞാനൊരു 24 മണിക്കൂർ സമയം തരിക. ആ കമ്മീഷൻ ഇവിടെ വന്ന് പോകുന്നത് വരെ ഒരുത്തനും വാതുറക്കാൻ പാടില്ല. അവര് പോയതിനു ശേഷം ഇതിന്റെ പിന്നിലുള്ളവനെ വച്ചേക്കരുത്. പറഞ്ഞത് മനസ്സിലായോ? സാർ, ആ വീഡിയോയുടെ ലൊക്കേഷൻ കണ്ടുപിടിച്ചു സാർ. എവിടെ? കിഴക്ക് ഗോദാവരിക്കടുത്ത രാജമണ്ഡ്രിയിലെ റായ്പുലങ്കാവ് എന്ന് പറയുന്ന ഗ്രാമത്തിലാ. മങ്കെ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തായത്. രാജമണ്ഡ്രിയിലെ റായ്പുലങ്കായോ? മൈ ഡിയർ ബ്രദർ, യുവർ ടൈം ഈസ് അപ്പ്. എന്താടാ മോനെ, ഇപ്പൊ ഈ അഡ്രസ് എടുത്തിട്ട് നിന്റെ അമ്മയ്ക്ക് കൊടുക്കാൻ പോവാ? അതെ, മമ്മി നെക്സ്റ്റ് ലെവൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അവൻ ഇനി രക്ഷപ്പെടില്ല. തീർച്ചയായും രക്ഷപ്പെടും, ഐ എം ഷുവർ. നാളെ എന്ത് നടന്നാലും നിന്റെ ചിറ്റപ്പൻ അയാളുടെ മകനെ CEO ആക്കുന്നതിന് വേണ്ടി അയാളുടെ മുഴുവൻ പവറും ഉപയോഗിക്കും. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? ഇനി എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നിന്നെ കൊണ്ടേ അതിന് കഴിയൂ. ചെയ്യേണ്ടതങ്ങ് ചെയ്യ് നീ. പറഞ്ഞു മോനെ. അവൻ രാജമണ്ഡ്രിയിലെ റായപ്പുലങ്കായിലുണ്ട്. ഇമ്മീഡിയറ്റ് അവിടേക്ക് പോ. ശരി മോനെ. അവനോടൊന്ന് മാറിടാ. രായപ്പലങ്ക വണ്ടി തിരികെ.